ഖാജ അജ്മീർ അവരും അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രേമത്തിന്റെ പന്തൽ ഒരുമിച്ച് കൂടിയവരായിരുന്നു. അതിരുവിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കുമ്പോ, ആ സ്നേഹത്തിന്റെ ലദ്ദത്തിൽ നിൽക്കുമ്പോ അതിന്റെ തിരിയാത്ത ആളുകള് മറ്റുള്ളവര് പറഞ്ഞ വർത്താനുണ്ട്, ഓനക്ക് പിരാന്താണെന്ന് പറയും. സദസ്സ് ഒട്ടുമിക്ക ആൾക്കാരും പാടാൻ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് അടക്കണം. ഓനക്ക് പിരാന്താണ് അല്ലേ? ഉദാഹരണം മനസ്സിലാക്കുക. എന്താണ് പിരാന്ത്? ഇങ്ങനെ ഈ പാട്ടും പാടി നടക്കാൻ പിരാന്താന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. ഇതുപോലെ ഇങ്ങനെ മഹാന്മാരുടെയും മഹാദിമാരുടെ അടുത്ത് വന്നിരിക്കുന്നവരും പിരാന്താക്കുന്ന ആൾക്കാരുണ്ട്. ഓർക്കത് തിരിയാത്തോണ്ടാണ്. നമ്മക്കാ പിരാന്ത്, ഓർക്കാ പിരാന്ത്. ഇപ്പൊ ഇവിടെ അടുത്ത് കടലുണ്ടെങ്കിൽ മനസ്സിലാക്കും. കടലിൽ നമ്മൾ പോയാൽ ഇപ്പൊ ഈ നട്ടപ്പാതിരക്ക് നമ്മൾ കടലിന്റെ അടുത്തല്ല, പക്ഷെ നമുക്ക് ഉറപ്പാണ് കടലിൽ തിരമാല അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഉറപ്പല്ലേ? കടൽ തിരമാല അടിക്കുന്നത് തോന്നുന്നില്ലേ? നിങ്ങളൊക്കെ എവിടെയാണ് ഇപ്പൊ കടൽ തിരമാല അടിക്കുന്നുണ്ടാവില്ല എന്ന് ആർക്കും തോന്നുന്നുണ്ടോ? കടൽ തിരമാല ഉണ്ടാവില്ലേ? ഇപ്പോ ഉണ്ടാവും. നമ്മൾ കിടന്നുറങ്ങിയാൽ കാറ്റടിക്കില്ലേ? കടലിനോട് നമ്മൾ പറയാറുണ്ടോ, കടലെ ഞങ്ങളൊക്കെ പോവാണ്, ബീച്ചിൽ ആരുമില്ല, ഇനി തിരമാല അടിക്കണ്ട നമ്മൾ കടലിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ പറയണവനോട് നമ്മൾ എന്താ പറയാ, ഓനക്ക് പിരാന്താണ്. കാരണം കടൽ തിരമാല അടിച്ചോണ്ടിരിക്കും. അല്ലെങ്കിൽ ചന്ദ്രൻ വിചാരിക്കണം എല്ലാവരും കിടന്നുറങ്ങി, എല്ലാവരും ഉറക്കിലാണ്, പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഒതുക്കണം, ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് ആര് ചന്ദ്രൻ അമ്പിളിമാമന് വിചാരിക്കാറില്ല. എല്ലാരും നല്ല ഉറക്കത്തിലാണ്. ഏതൊക്കെ ഒരു കാര്യമില്ലാത്ത ഉറക്കിലാണ് മനുഷ്യൻ. അങ്ങനെ ഉറങ്ങുകയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കാറ്റടിക്കണില്ല എന്ന് കാറ്റ് വിചാരിക്കാറില്ല. ഉണ്ടോ? കാരണം എന്താണെന്ന് അറിയോ? ഈ കടലിനെയും കരയെയും കാറ്റിനെയും ഈ ജോലി ഏൽപ്പിച്ചത് ആരാണ്? അത് അല്ലാഹുവാണ്. നമ്മൾ കാണാൻ പോയാലും ഇല്ലെങ്കിൽ കടൽ തിരമാലടിക്കൽ നിർത്തൂല. ആര് പറഞ്ഞില്ലാതെ? അല്ലാഹു പറഞ്ഞില്ലാതെ. കാരണം കടലിനെ പണിയേൽപ്പിച്ചത് ആരാണ്? അല്ലാഹുവാണ്. അതിന് കാഴ്ചക്കാരാവശ്യമില്ല. എല്ലാറ്റിനും അവരവരുടെ പണിയെടുക്കുന്നു. അവരെ അല്ലാഹുക്കും ഹബീബിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ മനുഷ്യന്മാരെ ഇഞ്ഞൊന്ന് ചിന്തിക്കാം. ഞാൻ പാട്ട് പാടുമ്പോ കേൾക്കാൻ ആൾക്കാരുണ്ട്, അപ്പൊ കുഴപ്പമില്ല. നിങ്ങൾ ആരും ഇവിടെ കേൾക്കാനില്ല, ഒരാൾ ഇവിടെ ഇല്ല. ഞാൻ ഒറ്റക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒച്ചിട്ട് പാടിയാൽ ഇന്നെ കണ്ട ആൾക്കാർ എന്താ പറയാ? ഞാൻ ഇവിടെ ഒച്ചിട്ട് പാടും, അപ്പൊ എന്നെ ചൂണ്ടിട്ട് പറയാം, ഓനക്ക് എന്താണ് പറയാ? എന്താ പറയാ? ഓനക്ക് പിരാന്താന്ന് പറയാം. എന്നെ എന്റെ റബ്ബ് ഏൽപ്പിച്ചതാണ് അല്ലാഹുവിന്റെ ഹബീബിന് പറയാൻ. ഞാൻ ആ പണിയെടുക്കുന്ന ആൾക്കാർ കേൾക്കാനല്ല. അങ്ങനെയാണെങ്കിൽ ഇന്നെ പിരാന്താന്ന് വിളിക്കണേ. ഇൻകാണ് പിരാന്ത്, ഓനക്കാണ് പിരാന്ത്. ആർക്കപ്പ പിരാന്ത്? ഭ്രാന്തെന്ന് നിന്നച്ചോട്ടെ, അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബ്ബത്ത്. എന്നെ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കൊരു തിരക്കടില്ല. എന്റെ പ്രേമം അങ്ങയോടാണ് മുഹമ്മദ് മുസ്തഫ. എനിക്ക് അങ്ങ് മതി നബിയെ. എന്നെ എന്ത് വിളിച്ചാലും വേണ്ടില്ല. ഉവൈസ് റളിയല്ലാഹു അൻഹു അതിന് ഉദാഹരണമായിരുന്നു. മൻസൂർ ഹല്ലാജ് അതിന് ഉദാഹരണമായിരുന്നു. ഞങ്ങൾ മലബാറിൽ ഒരുപാട് മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട തൃപ്പനഞ്ച് ഉസ്താദ് കേട്ടുകൊള്ളെന്നറിയില്ല, അത്തിപ്പറ്റ ഉസ്താദ് കേട്ടുകൊള്ളെന്നറിയില്ല, CM വലുല്ലാഹി മടവൂരി കേട്ടുകൊള്ളെന്നറിയില്ല. ഇവർക്കൊരു കാലത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന വിളിക്ക് കേൾക്കേണ്ടി വന്നവരാണ്. കാരണം അവിടെ കൽബിൽ ആരായിരുന്നു? മുഹമ്മദ് മുസ്തഫ. പക്ഷെ അവർക്ക് അതെന്തല്ല, ഒരു പ്രശ്നമില്ല. അതാണ് പറഞ്ഞത്, ഭ്രാന്തെന്ന് നിന്നച്ചോട്ടെ, അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബ്ബത്ത്. കല്ലിനലറിഞ്ഞോട്ടെ, അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബ്ബത്ത്. ഭ്രാന്തെന്ന് നിന്നച്ചോട്ടെ, അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബ്ബത്ത്. കല്ലിനലറിഞ്ഞോട്ടെ, അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബ്ബത്ത്. ആലിമിൻ കണ്ണിലുള്ളത് ഫിഖിൻ ഹുക്മതാണ്, ആശിഖിൻ ഖൽബിലുള്ളത് ഹുബ്ബിൻ തേനതാണ്. ആലിമിൻ കണ്ണിലുള്ളത് ഫിഖിൻ ഹുക്മതാണ്, ആശിഖിൻ ഖൽബിലുള്ളത് ഹുബ്ബിൻ തേനതാണ്. ഇഷ്കിന്റെ മധുലഹരിയിൽ ഇൽമതൊന്ന് ചേർന്നാൽ, ഇഷ്കിന്റെ
ഇഷ്കിന്റെ മധുലഹരിയിൽ ഇൽമതൊന്ന് ചേർന്നാൽ ഇഷ്കും ഇൽമും പരമാനന്ദ കുളിര് ഇഷ്കും ഇൽമും പരമാനന്ദ കുളിര് ഭ്രാന്തെന്ന് നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബ്ബത്ത് കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബ്ബത്ത് ഭ്രാന്തെന്ന് നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബ്ബത്ത് കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബ്ബത്ത് ഇഷ്കുള്ളോർ പാടി പറയും ലഹരി മൂത്തതാലേ കാണുന്നോരേറെ പറയും ഭ്രാന്ത് മൂത്തതാണേ ഇഷ്കുള്ളോർ പാടി പറയും ലഹരി മൂത്തതാലേ കാണുന്നോരേറെ പറയും ഭ്രാന്ത് മൂത്തതാണേ ഇഷ്കുള്ളോർ പാടി പറയും ലഹരി മൂത്തതാലേ കാണുന്നോരേറെ പറയും ഭ്രാന്ത് മൂത്തതാണേ ഇഷ്കുള്ളോർ പാടി പറയും ലഹരി മൂത്തതാലേ കാണുന്നോരേറെ പറയും ഭ്രാന്ത് മൂത്തതാണേ ഇഷ്കിന്റെ ആഴം അളക്കാൻ അളവ് കോലതെന്ത് ഇഷ്കിന്റെ ആഴം അളക്കാൻ അളവ് കോലതെന്ത് ഇഷ്കിന്റെ കണ്ണാല് നോട്ടം അതല്ലാതെ ഇഷ്കിന്റെ കണ്ണാല് നോട്ടം അതല്ലാതെ ഭ്രാന്തെന്ന് നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബ്ബത്ത് കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബ്ബത്ത് ഭ്രാന്തെന്ന് നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബ്ബത്ത് കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബ്ബത്ത് എന്തിനാണ് നമ്മുടെ ഹബീബിനോട് മുഹബ്ബത്ത് വെക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം